കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുവാൻ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ധാരാളം പേര് ചാനൽ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആദ്യമേ എൻ്റെ നന്ദി അറിയിക്കട്ടെ. അപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ വരുന്നു, ധാരാളം പേര് സക്സസ് ആകുന്നു, ചിലർക്ക് സക്സസ് ആകാൻ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദിവസവും ഒരു 2-3 മണിക്കൂറൊക്കെ യൂട്യൂബിൽ ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം ന്യായമായിട്ടുള്ള രീതിയിൽ വരുമാനമൊക്കെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. വരുമാനം കിട്ടുന്ന ആ സ്ഥിതി വരെ യൂട്യൂബിൽ എത്തുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ എത്തിയാൽ തന്നെ അതുപടി നിലനിർത്തുന്നതും മുമ്പോട്ട് കൊണ്ടുപോകുന്നതും അത് വളരെ കഷ്ടം നിറഞ്ഞ ഒരു വിഷയം തന്നെയാണ്. എനിക്കറിയുന്ന ധാരാളം പേര് ഇതിൻ്റെയൊക്കെ പിറകിലുള്ള കഷ്ടങ്ങളൊക്കെ കണ്ട് ഇത് ഉപേക്ഷിച്ച് പോകാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നും കാണാൻ ആളുകൾ ഒട്ടും ഉണ്ടാകില്ല, വ്യൂസ് കുറവായിരിക്കും, വാച്ച് ടൈം കയറില്ല, സബ്സ്ക്രൈബർ വരില്ല. ഇങ്ങനെ എവിടെ നോക്കിയാലും ആകെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് മനസ്സുകൊണ്ട് മടുക്കും. ഇനി വീഡിയോസ് ഒന്നും ചെയ്യേണ്ട, ഇത് വിട്ടിട്ട് പോകാമെന്നും ഒരുപാട് പേര് ആലോചിക്കുന്നുണ്ട്. യൂട്യൂബ് വന്നിട്ട് അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. ഇവിടെ ഗ്രോ ചെയ്യണമെങ്കിൽ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ സഹിക്കാമെങ്കിലും തീർച്ചയായിട്ടും മുന്നേറാം. ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് പല സാക്രിഫൈസും ചെയ്താൽ മാത്രമേ ഇതിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. പ്രധാനമായിട്ടും എന്ത് വീഡിയോ ആണ്, എന്തിനെ പറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ ഇതിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിനെപ്പറ്റി ഒരു ധാരണയോടെ വേണം ഒരു ചാനൽ ആരംഭിക്കുവാൻ. പലരും മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ നോക്കിയിട്ട് ആദ്യമൊക്കെ അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളും ബെറ്റർ വന്നിട്ട് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് വീഡിയോസ് ചെയ്താൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ആശയദാരിദ്ര്യം പലർക്കും ഒരു പ്രശ്നമാണ്. അതുപോലെ അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെയും നമ്മൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും. പിന്നെ വ്യൂസ് വരാനായിട്ട് വീഡിയോൻ്റെ ക്വാളിറ്റി കണ്ടൻറ്റൊക്കെ നന്നായിരിക്കണം. റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. നിശ്ചിതമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. പിന്നെ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. നല്ല സബ്ജക്റ്റിനെ പറ്റി നല്ല രീതിയിൽ തുടർച്ചയായിട്ട് ഒരു നിശ്ചിത സമയത്ത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എല്ലാ വീഡിയോസും വന്നിട്ട് യൂട്യൂബിൻ്റെ SEO അടിസ്ഥാനത്തിലായിരിക്കണം ചെയ്യേണ്ടത്. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. യൂട്യൂബിൻ്റെ എല്ലാ മെറ്റാ ഡാറ്റയും നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. അതായത് നല്ല തമ്പനെയിൽ വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, ടൈറ്റിൽ, ഇതൊക്കെ ആകർഷകമാക്കാൻ ശ്രമിക്കണം. സാവകാശം നല്ല രീതിയിൽ വ്യൂസ് കാലക്രമേണ വരാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഇനി ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. കഴിയുന്നത് റെഗുലറായിട്ട് തന്നെ എത്ര സമയക്കുറവുണ്ടെങ്കിലും തിരക്കുണ്ടെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഇനിയും ഇതിൻ്റെ യൂട്യൂബിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനിയും വീഡിയോസുമായിട്ട് ഞാൻ വരാം. എനിക്ക് ഈ ജോലി തിരക്ക് കാരണം ജോലിയും ഒരു പാഷനായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ജോലിയുടെ തിരക്കിനിടയിലും അല്ലാത്ത ജോലി തിരക്കിനിടയിലും തീരെ സമയം കിട്ടില്ല. പക്ഷെ ഞാൻ കഴിയുന്നത് ഒരു എക്സ്ക്യൂസ് ആക്കി എടുക്കാതെ നിവൃത്തിയുള്ള രീതിയിൽ വീഡിയോസ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്ത് അത് വേറെ ആൾക്കാരെ വെച്ച് സ്റ്റാഫിനെ വെച്ച് എഡിറ്റ് ചെയ്യുകയും അവർ ഇത് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും എനിക്ക് ഈ കൺസിസ്റ്റൻ്റായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. എന്നാലും യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നായതുകൊണ്ടാണ് മുമ്പോട്ട് പോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലും ശ്രമിക്കുന്നത്. എത്ര തിരക്കുണ്ടായാലും കഴിയുന്നത് എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അത് രാത്രി ഏറെ വൈകിട്ടായിരിക്കും പലപ്പോഴും എനിക്ക് സമയം കിട്ടുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ ഈ രാത്രി 1 മണിക്ക് 1:30 മണിക്കൊക്കെയാണ് പലരുടെയും വീഡിയോസ് കാണുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ കമൻസൊക്കെ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. എങ്കിലും എല്ലാവരും നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. തുടക്കത്തിലൊക്കെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ വളർന്ന് മുന്നേറുന്നതൊക്കെ കാണുന്നത് വളരെ സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും കാണുന്നവരെ നിങ്ങളെല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ബൈ.